ഇതൊരു ട്രെയിൻ മോർണിംഗ് ആണല്ലേ ഗൈസ്? നമ്മളെങ്ങാണ്ടാണ് പോകുന്നത്. അതെ, നമ്മളിന്ന് ഗോവയിലോട്ട് ഒരു ചെറിയ യാത്ര. അതെ, ഇപ്പൊ ആൾക്കാർ വിചാരിക്കും ഞാൻ എന്നും പുറത്താന്ന്. അല്ല, നമ്മൾ ട്രിപ്പ് പോകുമ്പോ മാത്രല്ലേ വ്ളോഗ് ഇടുന്നുള്ളൂ. അല്ലാത്ത ദിവസങ്ങൾ നമ്മള് വീട്ടിലാണല്ലേ ഗൈസ്? അതെ, അതൊരു പണിയില്ലാതിരിക്കും. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഇന്നലെ രാത്രിയെ കയറിയതാണ്, അല്ല വെളുപ്പിനെ കയറിയതാണ്. 1 മണിക്കാണ് കയറുന്നത്. ഇപ്പൊ ഇവിടെ എത്താറായി. ഒരു 8:30 എത്തുമെന്ന് വിചാരിക്കുന്നു. സോ ബാക്കി വിശേഷങ്ങൾ ഇനി അങ്ങ് ഗോവയിൽ. നമ്മളെ ട്രിപ്പിൽ നമ്മൾ മാത്രമല്ല ഉള്ളത്, നമ്മളെ അമ്മായിമാരും കൂടെ ഉണ്ട്. നിങ്ങളെ എടുക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു രാത്രി ട്രെയിൻ യാത്ര? കരിഞ്ഞ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് പോകും. ഞങ്ങളെ കോലം കണ്ട് പേടിക്കരുത്, കാരണം ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ ട്രെയിൻ. അതെ, യാത്രകളിൽ വന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ. അത് പറയുമ്പോ കുറച്ച് സമയം നമ്മൾ നിന്നിട്ടുള്ളൂ, വളരെ കുറച്ച് സമയം. ഞാൻ മുഖം നോക്കിയതാ, എന്താ കോലം പറയാൻ വന്നിടും. സോ ഗൈസ്, ഞങ്ങളിവിടെ സേഫ്ലി ലാൻഡഡ്. നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. ഇന്നത്തെ കണക്കുമായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഞങ്ങള് മാത്രമാണ്? അല്ല, ബാക്കിൽ ഞങ്ങളെ കാർന്നൂർമാരുണ്ട്. എന്തേ പറ്റി? പൈസ കൊടുത്തോളാം. ഇതിലാ പൊന്നെപ്പോ മേക്കറില്ലേ? നമുക്കൊരു ഔട്ടിങ് കൂടെ ഉണ്ടാവില്ല. ഉണ്ട് ആൾക്കാർ. ഇപ്പൊ സമയം 9:30. നമ്മള് നേരത്തെ എത്തിയല്ലേ. ഇപ്പോ 1 മണിക്ക് കേറിയിട്ട് ഇനി കുറച്ച് യാത്ര. ഉണ്ണിക്കോട്ടെ, ഉണ്ണിക്കുട്ടനെ അറിയണില്ലേ? വേറെ ഏതോ രാജ്യത്ത് വന്ന പോലെയാണ് കാട്ടില്. ഹലോ, നമ്മൾ വീട്ടിലെത്തി. നെറ്റാണ്. അയ്യോ, ഞാൻ ഇങ്ങനെ പൊക്കണം. ഇതാണിപ്പോ നമ്മള് താമസിക്കുന്ന വീട് കേട്ടോ. നമ്മളിപ്പോ ഇവിടെയാണ് ഉള്ളത്. ഭയങ്കര പൊട്ടിയാണ്. ഫോണൊക്കെ കടലൊക്കെ പട്ടാണിക്കട നമ്മള് വീട് കാണിച്ചു കൊടുത്ത് നമുക്ക് മുകളിലോട്ട് കിടക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ്. ഇതാണ് നമ്മളെ സെക്കൻഡ് റൂം. ഭയങ്കര AC ആയിട്ട് ഭയങ്കര തണുപ്പാട്ടോ ഇവിടെ. നെറ്റുണ്ട്, ഫാനുണ്ട്, എല്ലാതും ഉണ്ട്. നമുക്ക് അടുക്കുള്ള കാണാം. ഗൈസ്, എല്ലാരും ടയേർഡാണല്ലോ. ശങ്കുമണിയാ, ഒന്നും പറയാനില്ലേ? എന്താ തലയിലൊരു കൂമ്പാരം?
അറിയപ്പെടുന്ന മോഡലാണ്. ഇങ്ങനത്തെ ഒരു മോഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? മാർക്കറ്റാ ചേട്ടാ? ഓ, നോർമൽ ലോക്കൽ മാർക്കറ്റ് അല്ലേ? ബാറാ ഇതാ? അമ്മേ അതൊന്നും എടുക്കണ്ട. ഇവിടുത്തെ എന്തത് കോഫി ഷോപ്പ് പോലെ ബാറാ? ഇതൊക്കെയാ റോയല് കിങ് ഒക്കെ എല്ലാം ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ഫാക്ടറി ഷോപ്സുകളാണ് ഇവിടെ. ഞാൻ ഇവിടെ ഇത് വന്നിട്ട് ഷീറോടെ മാർക്കറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഉള്ളി തക്കാളി ചെറിയ സിനിമാറ്റിക് ആയിട്ടുള്ള ഷെയ്ക്കൊക്കെ ഉണ്ടാവും അതില്. പക്ഷേ നിങ്ങള് പാത്രം കൂടല്ലേ വന്നത്? ഞാൻ വന്നിട്ടില്ല. രാവിലെ തന്നെ മാർക്കറ്റ് തെണ്ടുന്നു. ആ എഗ് കിട്ടി. ഇതാണ് ശംഖ്. അത് തിരികടിയിൽ നോക്കടി. നമുക്ക് കിച്ചണിൽ എന്തൊക്കെയാണ് പരിപാടി നോക്കാം. അയ്യോ അമ്മായി ഇതില്ലല്ലേ അമ്മായി? ഇവിടെ ആർക്കൊക്കെ ചായ വേണ്ടത്? ചായ ഇതർത്ഥമായി ശാന്തമായി. ഹലോ ഹലോ പറയും നിങ്ങള് ആ ഓടണ. അയ്യോ നമുക്ക് ഇന്ന് എന്താണ് എന്താ സ്പെഷ്യൽ? എന്താണ് ഇന്ന്? സാമ്പാറ്, പയറുപ്പേരി, പപ്പടം, കോഴിമുട്ട. വാവ് സൂപ്പർ. എല്ലാം ഉണ്ട് ഗൈസ്. പിന്നെ നല്ലൊരു ചപ്പാട് തന്നെ. ഏതാ രണ്ടു എന്താണ് അവിടെ? തിന്ന ാണ് ഗൈസ്. ഞങ്ങള് ഒരുങ്ങാണ്. ഞങ്ങള് പുറത്തേക്ക് പോവാണ്. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാണ്. ഇവിടെ ഔട്ട്ഫിറ്റ് കാണിച്ചാ ഔട്ട്ഫിറ്റ് തിരികെ കുട്ടിയെ. എന്റെ കുട്ടിയെ എന്നെ കാണിക്കല്ലേ? ഞാൻ ഈ ഡ്രസ്സിലുണ്ടോ? അതില് രാവിലെ ഒരു വ്ളോഗ് ചെയ്യണേ. എന്തൊരു കഷ്ടം. ഗോവയിലൊക്കെ നല്ല ചൂടാട്ടാ. വർക്ക് അല്ലേ കുട്ടി? പുറത്തേക്ക് പോയല്ലേ കുട്ടി? പുറത്തേക്ക് പോവാണ്. അത് രണ്ടെണ്ണം തിന്നാടാ. ഹലോ ഗൈസ്, ഇതാണ് ഇപ്പൊ പറയുന്നത്. നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ജങ്കാർ കാണാൻ. ജങ്കാർ കാണാനല്ലേ? ജങ്കാറൊന്നും ഇല്ല. അത് ഉണ്ടോ? ഇതെന്റെ കോപ്പി തന്നെ. ഇതാണ് നമ്മളെ വീട്. ഇതാണ് റോട്ടിൽ നിന്നുള്ള വ്യൂ. നമ്മള് ഷിറോഡ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മളെ
ആക്ച്വലി ഇത് ഇനി ആരും ചോദിക്കരുത്, നമ്മളെ സ്വന്തം വീടാണ് കേട്ടോ. ഇനി അത് നമ്മള് ഗോവയിൽ എവിടെയാണ്, എവിടെ നിന്നു, എങ്ങനെ കിട്ടി വീട് എന്നൊന്നും ചോദിച്ചു വരരുത്. നമ്മളെ സ്വന്തം സഞ്ജിത്താട്ടന്റെ വീട്, സഞ്ജിത്താട്ടൻ പഠിച്ചു വളർന്ന വീട് അല്ലേ, ഉടായ്പകൾ ചെയ്ത വീട്. ഞാൻ എന്തെങ്കിലും വല്ലാണ്ട് കാണിക്കൂല, ബിക്കോസ് ഞാൻ ഈ ഡ്രസ്സിൽ കുറേ ഉണ്ട്, അതുകൊണ്ട്. എന്നാ പിന്നെ മോശമായിട്ടുണ്ടാകും ഒരു കുട്ടികളുടെ ഡ്രസ്സിന്റെ മുഖം ഗ്ലോ നേരത്തെ നല്ലത് ഗ്ലോ അല്ല. ഞങ്ങൾ അപ്പോ കാമാക്ഷി ടെമ്പിൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. രസമുണ്ടല്ലേ. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അതെ, കാമാക്ഷി ടെമ്പിൾ. അതെ, നല്ല രസമുണ്ട്. നമ്മളങ്ങനെ പാനിപൂരി കഴിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ നിന്നാണ് നമ്മളെപ്പോഴും പാനിപൂരി കഴിക്കുന്നത്. സ്പോട്ട് നമ്മൾ എന്നോട് മാത്രമേ വന്നിട്ടുള്ളൂ. മീൻസ് ആരൊക്കെയെന്ന് പറഞ്ഞാൽ ശംഖുമണി. എനിക്ക് ബാക്കിയുള്ളവര് എവിടെയാണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. നടന്നു പോയിട്ടുണ്ടായിരുന്നു, ബട്ട് ദെൻ എവിടെ വെച്ചോ ആളുകളെ നമുക്ക് മിസ്സായിട്ടുണ്ട്. ഒരു വണ്ടി വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. Yes, I'm taking vlog. Do you have any problem? Only 10 people will see you. Don't worry. No one is gonna see. അതെ, മതി, അത് എടുക്ക്, വാങ്ങ്. പിന്നെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വൃത്തിക്ക് എടുത്തിട്ട് ഞാൻ ചവിട്ടി കൊടുക്കേ. എടി ഇത് പൊളിഞ്ഞടോ. അതാ എനിക്ക് തിന്നാനേ തോന്നില്ല. ചങ്കു ചേച്ചി എന്ന് പറഞ്ഞു കൊറേ നേരെ പറയണേ. ബീഫ് വെച്ചല്ലോ, ബീഫ് വെച്ചല്ലോ, ബീഫ് കഴിച്ചെന്ന് പറയാ. കഴിക്കട്ടെ, കാണിച്ചു നോക്ക്. എങ്ങനെയുണ്ട് പറ. ഇഷ്ടപ്പെട്ടില്ല, എത്ര അതിന് ഇഷ്ടപ്പെട്ടില്ല, കൊള്ളുന്നില്ല. പറ എങ്ങനെയുണ്ട്. അപ്പൊ ഇത് പാനിപൂരി അല്ലേ? അതിന് ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെ ഞങ്ങൾ സേപ്പൂരൊക്കെ കഴിച്ചു, സെറ്റായി. സേപ്പൂരി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? നല്ല രസമില്ല ചേട്ടാ. എനിക്കിഷ്ടാ, എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടം. എനിക്ക് നാട്ടിലത്തെ ഇഷ്ടല്ല. നാട്ടിലത്തെ എനിക്ക് കണ്ടൂടാ. എന്തോ ഉരുളങ്ങ് ഇട്ട് ഇവര് ഈ പാനിപ്പൂരി എന്ന് പറഞ്ഞിട്ട് വേറൊരു സുഖമില്ലാത്ത പച്ചവെള്ളത്തിൽ അങ്ങനെ തരും നമുക്ക്. ഒരു രസമില്ല. ഇവിടുത്തെ പാനിപ്പൂരി അടിപൊളിയാണ്. ഇവിടെ തിന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ തിന്നിട്ടാണ് എനിക്ക് നാട്ടിലത്തെ എനിക്ക് ഇഷ്ടമല്ലാത്തത്. വേറെല്ലൊരു ടേസ്റ്റ്. പക്ഷെ നാട്ടിൽ തിന്ന ആൾക്കാർക്ക് അതാണ് ഇഷ്ടം. അവര് വിചാരം അതാണ് ശരിക്കുള്ള പാനിപൂരി എന്നാ. അതല്ല,
ശരിക്ക് എല്ലാവർക്കും നോർത്തിലൊക്കെയാണോ പാനിപൂരി തരാണ്ടോ? നമ്മളിപ്പോ പോയപ്പോ 2 ആളായിരുന്നു, ഇപ്പൊ 3 പേരുണ്ട്. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. വണ്ടിക്കൂടൊക്കെ പോകുന്നുണ്ട്. എവിടെ എത്തുന്നൊന്നും അറിയില്ല. തോട്ടിൽ കിടക്കാം, പാടത്ത് കിടക്കാം, റോട്ടിൽ കിടക്കാം, എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഗോവയില് വന്നിട്ടേ പണി കിട്ടേണ്ടതായിരുന്നു പെട്രോൾ പമ്പിൽ. ഇപ്പൊ പേയ്മെന്റ് ചെയ്യാൻ നോക്കിയപ്പോ ബാങ്ക് സെർവർ ഡൗണ്. എന്റതും അവര് ഞങ്ങളടുത്ത് ഒതുക്കിയൊക്കെ മാറ്റി നിർത്തും ഇതൊക്കെ. പിന്നെ ഫോണിന്റെത് എടുക്കുന്നു, 500 എടുത്ത് വീശുന്നു, ഒന്നും നോക്കില്ല. പൈസ പോട്ടെ, പ്രൗഡ് രക്ഷപ്പെട്ടു. ഏതോ നേരത്തെ പൈസ എടുക്കാൻ തോന്നുന്നത്. ഇനി നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? വീടാണ് ലക്ഷ്യം. എന്തെങ്കിലും സ്ഥലം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. തപ്പി നോക്കിയിട്ട് അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വന്നിട്ട് ഞങ്ങള് പോട്ടെ. പാണ്ടി ലോറി കൊണ്ടുപോയിരുന്നു. ഇപ്പൊ എന്താ ഉള്ളതെന്നൊന്നും അറിയില്ല. എന്തേലും ഉണ്ടോ നോക്കാൻ വന്നതാ. ലാഭം ലാഭം.